ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസം 19 തീയതി ലോഞ്ച് ചെയ്തിരിക്കുന്ന OnePlusന്റെ പുതിയ ഫോൾഡബിൾ ഫോണാണ്. OnePlus Open എന്ന് പറയുന്ന പുതിയ ഫോൾഡബിൾ ഫോണുമായിട്ടാണ് OnePlus ഈ കുറി വന്നിരിക്കുന്നത്. മിക്കവാറും അറിയപ്പെടുന്ന എല്ലാ ഫോൺ ബ്രാൻഡുകളും സാംസങ് തുടങ്ങി ഇങ്ങോട്ട് വരുന്ന എല്ലാ ബ്രാൻഡുകളിലും എല്ലാവരും തന്നെ ഫോൾഡബിൾ ഫോൺ ഇറക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതാ പുതിയൊരു അതിഥിയായി OnePlusന്റെ OnePlus Open ഫോൾഡബിൾ ഫോൺ വന്നിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഫോണിന് OnePlusന്റെ OnePlus Open എന്ന ഈ ഫോൾഡബിൾ ഫോണിന് 1,39,999 രൂപയാണ് ലോഞ്ചിങ് പ്രൈസ് വന്നിരിക്കുന്നത്. കൂടാതെ കൂടുതൽ ഓഫറുകളും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. OnePlus ഈ ഫോണിനെ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും ലൈറ്റും കോമ്പാക്റ്റും ഡ്യൂറബിളുമായ ഫോണായിട്ടാണ് OnePlus ഈ ഫോണിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഫോണിന്റെ ലൈറ്റ് വെയിറ്റ് എടുത്തു പറയേണ്ടതാണ്. ഫോൾഡബിൾ ഫോണാണെങ്കിലും വെറും 239 ഗ്രാം മാത്രമേ ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഫോൾഡബിൾ ഫോൺ തന്നെയാണ് OnePlus Open എന്ന് പറയാം. 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. വയോജർ ബ്ലാക്കും എമറാൾഡ് ഡസ്കുമാണ് ആ കളറുകൾ. ഫോൾഡ് ചെയ്ത നിലയിൽ 15.34 സെന്റിമീറ്റർ ഹൈറ്റും 7.33 സെന്റിമീറ്റർ വിഡ്ത്തുമാണ് ഈ ഫോണിന് വരുന്നത്. അതുപോലെ തന്നെ ഫോൾഡബിൾ ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികം അതിൻ്റെ ഹിഞ്ചസിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. OnePlus Openന്റെ ഹിഞ്ചസ് വരുന്നത് ടൈറ്റാനിയം അലോയും കാർബൺ ഫൈബറും അതോടൊപ്പം തന്നെ എയറോസ്പേസ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള മികച്ച തരം ഹിഞ്ചസ് ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റും ഗുണമേന്മയുള്ള ക്വാളിറ്റിയുള്ള ഹിഞ്ചസ് ആണ് ഈ ഫോണിന് വരുന്നത്. സർജിക്കൽ ബ്ലേഡിനേക്കാൾ 4 മടങ്ങ് സ്ട്രോങ് ആയ സ്റ്റീലാണ് ഈ ഇതിലെ കോമ്പണൻസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഹിഞ്ചസ് ആണ് ഈ ഫോണിന് വരുന്നത്. അതുകൊണ്ട് വേഗത്തിൽ കേടാകുമെന്നൊന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ടെസ്റ്റായി 10 ലക്ഷം പ്രാവശ്യം ഈ ഫോൺ ഫോൾഡ് ചെയ്തും നിവർത്തിയും ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ച് അതിന്റെ ക്വാളിറ്റി ഉറപ്പിച്ചാണ് ഈ ഫോൺ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ 100 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ തുറന്നാൽ 10 വർഷം വരെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ക്വാളിറ്റി ഉള്ള ഫോൾഡബിൾ ഫോണാണ് OnePlus Open എന്ന് നമുക്ക് പറയാം. ഇനി ഫോണിന്റെ ഫോൾഡബിൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.3 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനുള്ള 120 ഹെർട്സിന്റെ സൂപ്പർ ഫ്ലൂയിഡ് അംലോയിഡ് ഡിസ്പ്ലേ ആണ് ഫ്രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫോൺ നിവർത്തി കഴിയുമ്പോൾ 7.82 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനോട് കൂടിയ 120 ഹെർട്സിന്റെ ഫ്ലെക്സി ഫ്ലൂയിഡ് അംലോയിഡ് ഡിസ്പ്ലേ ആണ് ഫോൾഡ് തുറന്നു കഴിയുമ്പോൾ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. ഒരു ആവറേജ് ഫോണിനേക്കാളും മികച്ച ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. 2800 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസും 435 ppi തൊട്ട് 426 ppi S3 പിക്സൽ ഡെൻസിറ്റിയും ഡോൾബി വിഷനോട് കൂടിയ ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത്. അങ്ങനെ ഏറ്റവും മികച്ച ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ എന്ന നിലയ്ക്ക് അതിന് തുല്യം ചെയ്യുന്ന മികച്ച ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച കേൾവി അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ ഡോൾബി അറ്റ്മോസിന്റെ മൾട്ടി റിയാലിറ്റി സ്പീക്കർ സിസ്റ്റമാണ് ഈ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡോൾബി അനുഭവത്തിൽ നമുക്ക് ഗെയിം കളിക്കാനോ വീഡിയോ കാണാനോ സിനിമ വാച്ച് ചെയ്യാനൊക്കെ ഈ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മികച്ച സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സ് ആണ്, ഡോൾബി അറ്റ്മോസിന്റെ സ്പീക്കേഴ്സ് ആണ് ഈ ഫോണിന് OnePlus കൊടുത്തിരിക്കുന്നത്. ക്യാമറ സൈഡിൽ വരുമ്പോൾ മറ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളോട് കിടപിടിക്കുന്ന മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് ഈ ഫോണിന് വരുന്നുണ്ട്. റയർ സൈഡിൽ കാണുന്നത് 3 ക്യാമറകൾ, 3 ക്യാമറ സെൻസറോട് കൂടിയ ഒരു റൗണ്ട് ഷേപ്പിനകത്ത് മികച്ച ക്വാളിറ്റി ഉള്ള ക്യാമറയോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. ഒന്നാമത്തെ മെയിൻ ക്യാമറയായിട്ട് വരുന്നത് 48 MBയുടെ സോണിയുടെ LYT-T808 പിക്സൽ സ്റ്റാക്ഡ് സെൻസേഴ്സോട് കൂടിയ മികച്ച ക്യാമറയാണ് ഫോണിന് വരുന്നത്. അടുത്ത തൊട്ട് താഴെയായിട്ട് 64 MBയുടെ സെൻസറും 3 മടങ്ങ് ഒപ്റ്റിക്കൽ സൂമോട് കൂടിയ മികച്ച ക്യാമറ വരുന്നു. അതിനും താഴെയായിട്ട് 48 MBയുടെ സോണിയുടെ IMX580
FOV സെൻസറോട് കൂടിയ മികച്ച ക്യാമറ കൂടി കൊടുത്തിരിക്കുന്നു. 48 MB മെയിൻ ക്യാമറ ഉപയോഗിച്ച് സോണിയുടെ തന്നെ 2 ലെയർ ട്രാൻസിസ്റ്റർ പിക്സൽ സംവിധാനം ഉപയോഗിച്ച് ഏറ്റവും മികച്ച മനോഹരമായ പിക്ചറുകൾ, ഫോട്ടോകൾ എടുക്കുവാൻ നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ച് സാധിക്കും. കൂടാതെ 64 MB 3 മടങ്ങ് 6 മടങ്ങും ഒപ്റ്റിക്കൽ സൂം സംവിധാനത്തോടു കൂടിയ ഈ ഫോണിൻ്റെ 64 MB ഉപയോഗിച്ച് മികച്ച രീതിയിലുള്ള ദൂരചിത്രങ്ങൾ പോലും വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള പിക്ചറുകൾ എടുക്കുവാൻ, സൂം ചെയ്തെടുക്കുവാൻ ഈ ഫോണിന് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ഈവൻ നമുക്ക് വളരെ വ്യക്തമായ ചിത്രമെടുക്കുവാൻ ഈ ഫോൺ കൊണ്ട് സാധിക്കുന്നുവെന്ന് OnePlus ഓപ്പണെ കുറിച്ച് OnePlus അവകാശപ്പെട്ടിട്ടുണ്ട്. വീഡിയോ ആണെങ്കിൽ നമുക്ക് 4K വീഡിയോ 60 FPS സ്പീഡിൽ ഏറ്റവും മികച്ച ഡോൾബി വിഷൻ HDR ഫോർമാറ്റിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി ചിപ്പ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഏറ്റവും മികച്ച 5G പ്രോസസ്സറാണ് ഈ ഫോണിന് വരുന്നത്. അതിനോടൊപ്പം തന്നെ 16 GB RAM, 512 GB മെമ്മറി, ഇത് രണ്ടും നമുക്ക് ആവശ്യത്തിലധികം തരുന്നുണ്ട്. കൂടാതെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയ 4805 mAh ബാറ്ററിയും മികച്ച രീതിയിലുള്ള കൂളിംഗ് സംവിധാനത്തോടുകൂടി ക്രോസ് ചാനൽ തെർമൽ കണ്ടക്ടിവിറ്റിയുള്ള കൂളിംഗ് സംവിധാനത്തോടു കൂടിയാണ് ഈ ഫോൺ വരുന്നത്. അങ്ങനെ എന്തുകൊണ്ടും മികച്ച രീതിയിലുള്ള ഒരു ഫോർഡബിൾ ഫോണാണ് OnePlus ഓപ്പൺ. മറ്റ് കമ്പനികളോടുകൂടി മത്സരിക്കുവാൻ തന്നെയാണ് OnePlus ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ കമ്പനികളും ഫോർഡബിൾ ഫോൺ ഇറക്കി കഴിഞ്ഞു. OnePlusന്റെ ആദ്യത്തെ ഫോർഡബിൾ ഫോണാണ് OnePlus ഓപ്പൺ. എന്തുകൊണ്ടും 1,40,000 രൂപ കൊടുത്ത് മേടിക്കാവുന്ന ഫോർഡബിൾ ഫോണുകളിൽ മികച്ച ഫോണാണ് OnePlus ഓപ്പൺ എന്ന് നമുക്ക് പറയാൻ കഴിയും. Myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind.